സർവാദരണീയരായ ഉസ്താദുമാരെ, നേതാക്കളെ, ഈ സദസ്സിനെ ശ്രവിക്കാൻ വേണ്ടി നേരത്തെ തന്നെ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ ആമുഖം പറഞ്ഞു നീട്ടുന്നില്ല, നേരെ വിഷയത്തിലേക്ക് കിടക്കാം. ഹനീഫ് ഉസ്താദ് നേരത്തെ ഓതി വെച്ച വളരെ മനോഹരമായൊരായത്തുണ്ട്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സഹ. അതുപോലെ തന്നെ ആത്മീയ വേദിയിൽ പറയാൻ പറ്റിയ വളരെ മനോഹരമായ ഏതാനും ആയത്തുകളാണ് ഞാനിവിടെ ഓതിയത്. ഇതിൻ്റെ മുമ്പൊരു സാഹിത്യോത്സവിൽ ഇതുപോലെ പ്രഭാഷണം നടത്തിയപ്പോൾ അന്നവിടെ സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗം അതായിരുന്നു വിശദീകരിച്ചിരുന്നത്. ഇവിടെ നമുക്കൊരു മാറ്റമാകാം. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വമൂസ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് അധിക മെഹ്റാബുകളിൽ നിന്നും ഇത് കേട്ടിട്ടുണ്ടാകും. സൂറത്തുൽ അലയും സൂറത്തുൽ ഗാശിയയും അല്ലെങ്കിൽ സൂറത്തുൽ ജുമുഅയും മുനാഫിഖൂനയും ഒക്കെയാണ് സാധാരണ നമ്മൾ ജുമുഅക്ക് കേൾക്കാറുള്ളത്. മുത്തുനബി അധികമായി ഓതിയിരുന്നത് അലയും ഗാശിയയുമാണ്. അതുകൊണ്ട് തന്നെ അധിക മഹല്ലുകളിലും അങ്ങനെ തന്നെയായിരിക്കും. മുത്തുനബി അധിക സമയത്ത് ഓതിയിരുന്നത് ജുമുഅക്ക് അലയും ഗാശിയയുമാണ് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ടായിരിക്കും നമ്മുടെ മഹല്ലുകളിലും അങ്ങനെ രൂപപ്പെട്ടത്. അതോടൊപ്പം തന്നെ മുനാഫിഖൂനെയും ജുമുഅയൊക്കെ ഓതിയാൽ ചിലപ്പോൾ മൗമൂമിങ്ങൾക്കും പ്രശ്നങ്ങളുണ്ടായേക്കാം, കുറച്ച് നീണ്ടുപോകുമെന്നതുകൊണ്ട്. ഏതായാലും ഇന്ന് കേട്ടിട്ടുണ്ടാവാം. ഞാൻ ഇന്ന് ജുമുഅക്ക് ഓതിയ ആയത്താണ്, സൂറത്താണ്. അപ്പൊ നിങ്ങളൊക്കെ പലയിടത്തും കേട്ടിട്ടുണ്ടാവും. ഈ ആയത്തുകളുടെ, അതായത് 14, 15, 16, 17, 18, 19 എണ്ണം കുറേ എണ്ണങ്ങളുണ്ടെങ്കിലും 4-5 ആയത്തുകൾ നമ്മളിങ്ങനെ എണ്ണുന്നുണ്ടെങ്കിലും സംഭവം കൊച്ചു കൊച്ചു ആയത്തുകളാണ്. പക്ഷെ ഈ ഒരു ബൃഹത്തായ ആയത്തുകളുടെ സൗന്ദര്യം എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ അത് ആ സൂറത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു കട്ടായമായി പറയുന്നുണ്ട്. ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വമൂസ. ഈ ഒരു പ്രഖ്യാപനം ഉണ്ടല്ലോ. ഏത്? ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ഈ ഒരു വർത്താനം അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് മുത്തുനബിയിലൂടെ ഇറക്കിത്തന്ന വിശുദ്ധ ഖുർആനിൽ മാത്രമല്ല ഉള്ളത്. ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊല, കഴിഞ്ഞ കാല ഏടുകളിലും കിതാബുകളിലുമൊക്കെ ഈ ആശയം പറഞ്ഞിട്ടുണ്ട്. 100 ഏടും 4 കിതാബുമാണ്. 100 ഏടും 4 കിതാബുമാണ് ഈ ഉമ്മത്തിനെ സംസ്കാരം പഠിപ്പിക്കാനായി അള്ളാഹു ഇറക്കിയത്. അതായത് മുസ്ലിം ഉമ്മത്തിനെ, ഉമ്മത്ത് മുഹമ്മദിയെ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. മുസ്ലിം ഉമ്മത്തിനെ സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഇറക്കിയത് 100 ഏടുകളും 4 കിതാബുകളുമാണ്. ഒന്നാലോചിച്ച് നോക്ക്. അതിലെല്ലാം ഇതുണ്ട്. 104 ഗ്രന്ഥങ്ങളിലും
104 ഗ്രന്ഥങ്ങളിലും ഇതുണ്ട്. കിതാബ് നമുക്കൊക്കെ അറിയാം. തൗറാത്തും ഇഞ്ചീലും സബൂറും ഫുർഖാനുൽ അദീമുമാണ് വിശുദ്ധ ഖുർആൻ. ഫുർഖാനുൽ അദീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ 4 കിതാബുകളും ബാക്കിയുള്ള 100 ഏടുകളും. അവിടെയൊക്കെ അതുണ്ട്. കിതാബുകളിൽ മാത്രല്ലേ ഉണ്ടാവുക? അല്ല, ഏടുകളുടെ പ്രത്യേകത തന്നെ അതിൽ ഉത്ബോധനങ്ങളായിരിക്കും കൂടുതൽ. അഹ്കാമുകൾ കൂടുതൽ പറയുന്നതാണ് കിതാബുകളുടെ സ്വഭാവം. അപ്പൊ ഉത്ബോധനങ്ങളിൽ ഒരൊറ്റ ഉത്ബോധനത്തിലും, അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ, ഒരു ഉത്ബോധനത്തിലും ഈ കാര്യം പറയാത്ത ഒരു ഉത്ബോധനവും ഒരു നബിക്കും കിട്ടിയിട്ടില്ല. ഏത്? ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. ഇത് വല്ലാത്ത സമഗ്രമായ ഒരാശയാണ് ആ പറയുന്നത്. പക്ഷെ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. അത് 4 കിതാബുകളിൽ മാത്രമായിരിക്കോ? അല്ല, ഏടുകളിലുണ്ട്. അതുകൊണ്ടാണ് ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ, തീർച്ചയായും ഈ പ്രഖ്യാപനം ആദ്യകാല ഏടുകളിലും കിതാബുകളിലുമൊക്കെ ഉണ്ട്. ആ ഏടുകൾ എന്ന് പറഞ്ഞതിൽ കിതാബും ഉൾപ്പെടും. അതുകൊണ്ടാണ് തൊട്ടു പിറകിൽ സുഹുഫി ഇബ്രാഹിം വ മൂസ എന്ന് പറഞ്ഞത്. ഇബ്രാഹിം നബിക്ക് ഏടാ ഉള്ളത്, മൂസ നബിക്ക് കിതാബുമാണുള്ളത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി ഇവിടെ നേരത്തെ പറഞ്ഞ സുഹുഫുൽ ഊല എന്ന് പറഞ്ഞതിൽ ഏടും കിതാബൊക്കെ ഉൾപ്പെടും. അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഏടുകളിലും മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഏടുകളിലും എന്ന് പറഞ്ഞാൽ അത് ഒന്ന് കിതാബും ഒന്ന് ഏടുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മുൻകാല ഗ്രന്ഥങ്ങളിലൊക്കെ അടിവരയിട്ട് പറഞ്ഞ ഒരു സന്ദേശമാണ്. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറും വഅബ്ഖ. ഇനി എന്താണ് അതെന്ന് ഒന്ന് മനസ്സിലാക്കി നമുക്ക് ഈ സദസ്സ് പിരിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹ മൻ തസക്ക. ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ വളരെ കൃത്യമായി പറഞ്ഞു, സംസ്കരണം ലഭിച്ചവൻ വിജയിച്ചിരിക്കുന്നു. ഖദ് അഫ്ലഹ മൻ തസക്ക. സംസ്കരണം നേടിയവൻ വിജയിച്ചിരിക്കുന്നു. സംസ്കരണം നേടണം, തസ്കിയത്ത് നേടണം, എങ്കിൽ അവൻ വിജയിച്ചു, തീർച്ചയായും വിജയിച്ചു. അർത്ഥശങ്കക്കിടയില്ലാതെ പ്രഖ്യാപിച്ചു. 1. 2 വദക്കറ സ്മ റബ്ബിഹി. അവന്റെ രക്ഷിതാവിനെ അടയാളപ്പെടുത്തുന്ന നാമങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവൻ. വദക്കറ സ്മ റബ്ബിഹി ഫസ്വല്ല. എന്നിട്ട് ഭംഗിയായി നിസ്കാരം നിർവഹിച്ചവൻ. ഇതിന് ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ പല അർത്ഥസാധ്യതകളും പറഞ്ഞിട്ടുണ്ട്. ഒരർത്ഥസാധ്യത പോകുന്നത്, ആ വഴിയിലൂടെയാണ് ഞാൻ എൻ്റെ ശ്രോതാക്കളെ കൊണ്ടുപോകുന്നത്. ഖദ് അഫ്ലഹ മൻ തസക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൻ തതഹറ ഖൽബുഹു വദക്കറ സ്മ റബ്ബിഹി എന്ന് പറഞ്ഞാൽ വതതഹറ ലിസാനുഹു വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. ഉടനെ തന്നെ പറയുന്നു വഹസുനത് അഅ്മാലുഹു. ഇതാണ് ഇതിന്റെ ആശയം. അപ്പൊ മലയാളത്തിൽ ഒന്നാണ് ചുരുക്കി പറയാം നമ്മള്. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല മനസ്സ വാച കർമ്മണ. ആരാണോ നന്നായത് അവൻ വിജയിച്ചു. അതാണ് ഇപ്പൊ ഇതിന്റെ ആശയം. മനസ്സ വാച കർമ്മണ, സംസ്കാരം നേടിയവൻ ആരുണ്ടോ അവൻ വിജയിച്ചിരിക്കുന്നു. ആദ്യം ശുദ്ധിയാകേണ്ടത് ഖൽബാണ്. അതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. അമലുകൾക്ക് എപ്പോഴാണ് ആത്മാവുണ്ടാകുന്നത്? ഇഖ്ലാസ് എന്ന സിറ് അവയിൽ സന്നിവേശിക്കുമ്പോഴാണ്. ഇഖ്ലാസ് എന്ന സിറില്ലെങ്കിൽ
ആത്മാർത്ഥതയില്ലെങ്കിൽ അത് കുടികൊള്ളുന്നത് എവിടെയാണ്? അത് ഹൃദയത്തിലാണ്. ഹൃദയത്തിലാണ് അത് കുടികൊള്ളുന്നത്. അപ്പൊ ഹൃദയം നന്നാവണം. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടത് ആ ഒരേ ഒരു സംഗതിയാണ്. നേരത്തെ ഉസ്താദ് അവർകൾ ഇവിടെ സൂചിപ്പിച്ചു, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇഖ്ലാസോട് കൂടി അമല് ചെയ്യാൻ മാത്രമാണ് മനുഷ്യനോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഇഖ്ലാസ് ഇല്ലേ നീ ആ പണിയെടുക്കണ്ട. അതാണ് അള്ളാഹുവിന്റെ നിലപാട്. ഇഖ്ലാസോട് കൂടി പണിയെടുക്കാൻ മാത്രമേ കൽപ്പിച്ചിട്ടുള്ളൂ. ഇഖ്ലാസ് ഇല്ലേ അത് സാഹിത്യോത്സവം നടത്തണ്ട. ഇഖ്ലാസ് ഇല്ലെങ്കിൽ ഏത് കർമ്മവും നടത്തുമ്പോൾ ഇഖ്ലാസ് വേണം. നിസ്കരിക്കുകയാണെങ്കിൽ, നോമ്പൊൽക്കുകയാണെങ്കിൽ, ഖുർആൻ ഓതുകയാണെങ്കിൽ, സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ, അയൽക്കാരനെ സഹായിക്കുകയാണെങ്കിൽ, രോഗ സന്ദർശനം നടത്തുകയാണെങ്കിൽ, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ, സാന്ത്വന മേഖലകളിൽ സജീവമാവുകയാണെങ്കിൽ, അവിടെ ഒക്കെ പേരും പ്രശസ്തിയുമാണോ നമ്മുടെ ലക്ഷ്യം? തകർന്നു. ഒരു കാര്യവുമില്ല. ആദ്യം വേണ്ടത് ഖൽബ് നന്നാവുകയാണ്. ആ ഖൽബ് നന്നാവുക എന്നുള്ളത് ഇഖ്ലാസ് അമലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞതാ. മൻ തസക്ക എന്ന് പറഞ്ഞ ഖൽബ് നന്നാവൽ എങ്ങനെയാണ്? അതിന്റെ അടിസ്ഥാന കാരണം ഈമാനിൽ എത്തിച്ചേരലാണ്. ഈമാൻ എപ്പോഴാണോ ഒരാളുടെ മനസ്സിൽ രൂഢമൂലമാകുന്നത്, അപ്പോഴേ മൻ തസക്ക അടിസ്ഥാനപരമായി അവനാവുള്ളൂ. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അടിത്തറ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ട് സംഗതി ഹൃദയത്തിലേക്ക് അങ്ങ് കടക്കാത്ത കാലത്തോളം ഈമാൻ ശരിയാവൂല. അതാണ് നേരത്തെ ഇവിടെ പ്രഭാഷണം നടത്തിയപ്പോ പറഞ്ഞത്. സാഹിത്യോത്സവിന്റെ ലക്ഷ്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞപ്പോ സംസ്കാരങ്ങളുടെ തിരിച്ചുപിടുത്തം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് എന്ന് പറഞ്ഞു. ഇടക്കാലത്ത് പലതിന്റെ പേരിലും വിദ്യാഭ്യാസത്തിന്റെയും ഫാഷന്റെയും ഒക്കെ പേരിൽ പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആത്മീയ നേതാക്കളുടെ മടിത്തട്ടിൽ വളർന്ന ഈ നാടിന്റെ പരിസരങ്ങൾ പോലും നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. വിദ്യാഭ്യാസത്തിന്റെയും ഫാഷന്റെയും പേരില് സുന്നത്തി ജമാഅത്തിൽ നിന്ന് ആളുകൾ അകന്നുപോയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ ഹൃദയം നന്നാവുക എന്ന് പറഞ്ഞതില് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, അയാളുടെ മനസ്സ് നന്നാവുക എന്ന് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഘടകം അയാൾ ഒരു സുന്നിയായി തീരുക എന്നതാണ്. ഈമാൻ ഉണ്ടാവണം. ഈമാൻ ഉണ്ടാവുന്നതിന്റെ പ്രധാന ഭാഗം സുന്നിയാവുക എന്നതാണ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അപ്പോഴേ തറവാകുള്ളൂ. അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്നുണ്ട്. എങ്ങനെയാ വിശ്വസിക്കുന്നത്? കയ്യും കാലും കണ്ണും മൂക്കൊക്കെ ഉണ്ട് എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു റബ്ബിനെയാണ്, അള്ളാഹുവിനെയാണ് പലപ്പോഴും വിദഗ്ധക്കാർ പരിചയപ്പെടുത്തുക. അത് പല രൂപത്തിലും പല ശൈലിയിലും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ശൈലിയല്ല. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് അള്ളാഹുവിനെ കണ്ടെത്തിക്കുക. അതിൽ അള്ളാഹുവിനെ വിശ്വസിക്കണം. അത് വിശ്വസിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഉറപ്പാണ് വിജയിക്കാൻ പറ്റില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാത്ത ഒരാൾക്ക് ജയിക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ വിശ്വാസാണ്. ഇത് നമുക്ക് ധൈര്യമായിട്ട് പറയാം, ആരോടും പറയാം. ഇത് പറഞ്ഞതുകൊണ്ട് തീവ്രവാദിയും ഭീകരവാദിയും ഒന്നും ആവൂല. അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ പറ്റില്ല, ഉറപ്പാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശത്തിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടതുണ്ട്. അത് എപ്പോഴാണോ ഹൃദയം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുക്കുന്നത്, അപ്പോഴേ ഹൃദയം നന്നായി എന്ന് അടിസ്ഥാനപരമായി പറയാൻ പറ്റുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് കാണിച്ചു കൊടുക്കാൻ,
അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇന്ന് മുസ്ലിം ഉമ്മക്കും ഉപ്പക്കും ഒക്കെ ജനിച്ച മക്കള് അവര് അല്ലാഹു ഇല്ലെന്ന ചർച്ച പോലും അന്തിച്ചർച്ചകളിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇശാ മഗ്‌രിബിന്റെ ഇടയിലാണ് അതിന്റെ പ്രധാന സമയം. ലാ ഇലാഹ ഇല്ലല്ലാഹയെ തകർക്കാൻ വേണ്ടി, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഫേക്ക് ഐഡിയ ആണോ അല്ലേ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പലരും വന്നിട്ട് ക്ലബ് ഹൗസുകളിലൊക്കെ നിരങ്ങുകയാണ്. അവരാരെയാണ് അവിടെ പിടികൂടുന്നത്? അള്ളാഹുവിനെയാണ് അവർ ചോദ്യം ചെയ്യുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹിയെയാണ് ചോദ്യം ചെയ്യുന്നത്. അതിന് മറുപടി പറയാൻ നമ്മുടെ മക്കൾ പ്രാപ്തരാകേണ്ടതുണ്ട്. അതിനാണ് ഇസ്ലാമിക പ്രബോധന രംഗത്തവരെ വാമൊഴിയിലും വരമൊഴിയിലും എങ്ങനെ മാറ്റുരക്കാം എന്ന് പഠിപ്പിക്കുന്നത്. അതാണ് സാഹിത്യോത്സവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. യുക്തിവാദികൾ നിറഞ്ഞാടുന്ന ഒരു ലോകത്ത് അള്ളാഹുവിനെ പോലും നിഷേധിക്കാൻ തയ്യാറാകുമ്പം ഈ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിൽ ഹദീസിലും ധാരാളം തെളിവുകളുണ്ട്. ഹദീസിലും ഖുർആനിലും ഉണ്ട്. ബുദ്ധിപരമായിട്ട് അള്ളാഹു ഉണ്ടെന്ന് പറയാനും തെളിയിക്കാനും ഒക്കെ കഴിയുമോ? അതിനും ധാരാളം തെളിവുകൾ. മനസ്സ് മരവിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ധാരാളം തെളിവുകൾ കിട്ടും. ഞാൻ ഇപ്പോൾ ഓതിവെച്ച സൂറത്തുൽ അഅല, ആ സൂറത്തുൽ അഅലയുടെ തുടക്കത്തിൽ നമുക്ക് കാണാം സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. കണ്ടോ, അത് പറഞ്ഞാ തുടങ്ങിയത്. അതുകൊണ്ടാണ് അവസാനം ഇവിടെ ഖദ് അഫ്ലഹ മൻ തസക്ക, അതുവരെ പറഞ്ഞ ആശയങ്ങൾക്ക് ദമ്മിട്ടതാണത്. ഈ ഖദ് അഫ്ലഹ മൻ തസക്ക കൊണ്ട് തുടങ്ങിയത് തന്നെ അവിടെ അത് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹുവിനെ പരിശുദ്ധമാക്കണം. അള്ളാഹുവിനെ പരിശുദ്ധമാക്കണം. അതെങ്ങനെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അടിസ്ഥാനപരമായി പ്രഖ്യാപിക്കുക. അതുതന്നെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധി വാഴ്ത്തുന്നതിന്റെ ഒന്നാമത്തെ രൂപം. അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ, അള്ളാഹു ഉണ്ടെന്ന് സമ്മതിക്കുക, പിന്നെ അവൻ മാത്രമേ ഇലാഹുള്ളൂ എന്ന് സമ്മതിക്കണം. അത് കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ ആ ഉലൂഹിയത്തിന്റെ പരിശുദ്ധിക്ക് കോട്ടം തട്ടുന്ന ഒരു വിശ്വാസവും വർത്താനവും അള്ളാഹിനെ പറ്റി പറയരുത്. അപ്പൊ എല്ലാം അങ്ങോട്ട് ക്ലിയറായി സുന്നിയായിട്ട് രൂപപ്പെടും. ആ പറഞ്ഞ അർത്ഥം പറഞ്ഞാൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അള്ളാഹുവിനെ പരിശുദ്ധമാക്കണമെന്നോ? സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. അതാണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. നിങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ ഒരു അത്ഭുതം കാണുകയാണ്, നിങ്ങളുടനെ സുബ്ഹാനല്ലാഹ് എന്ന് പറയണം അത്ഭുതം കാണുമ്പോൾ. കാരണം സ്രഷ്ടാവായ അള്ളാഹുവിനെയാണ് അവിടെ കണ്ടെത്താനുള്ളത്. അതാണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല കഴിഞ്ഞാൽ ഉടനെ പറഞ്ഞു അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. കണ്ടോ, സൃഷ്ടികർമ്മം നടത്തി എല്ലാറ്റിലും, അതായത് ആകാശം, ഭൂമി, മനുഷ്യൻ, ജന്തുലോകം, പറവലോകം, ഇതൊക്കെ പടച്ചു. അതാണ് അല്ലദീ ഖലഖ എന്ന് പറഞ്ഞത്. ഫസവ്വ, എന്നിട്ട് അവിടെയൊക്കെ സന്തുലിതത്വം നിലനിർത്തിയ റബ്ബ്, ബാലൻസ് കീപ്പ് ചെയ്ത റബ്ബ്. ഫസവ്വ, തസ്വിയത്ത്. നോക്ക് നിങ്ങൾ, ആകാശവും ഭൂമിയൊക്കെ കൃത്യമായ ഒരു അകലത്തിൽ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചേക്കാണ്. അതൊന്നും ഇങ്ങോട്ട് അടുത്താലും പ്രശ്നമാണ്, അങ്ങോട്ട് വിട്ടാലും പ്രശ്നമാണ്. പിന്നെ പരസ്പര ബന്ധം ഉണ്ടാവില്ല, അടുത്ത ഒട്ടിപ്പോവും. അതാണ് അള്ളാഹ് പറഞ്ഞത് രണ്ടും ഒട്ടിപ്പിടിച്ചൊരു പെണ്ണായിരുന്നു, പിന്നെ നമ്മളാണ് അതിനെ പിളർത്തിയത്. നമ്മുടെ മക്കൾ സ്കൂളിൽ നിന്ന് ബിഗ് ബാങ് തിയറി പഠിക്കാറുണ്ട്, മഹാവിസ്ഫോടന തിയറി. അതിലൂടെ അവർ പഠിക്കുന്നുണ്ട് ആകാശവും ഭൂമി ഒന്നായിരുന്നു, ഒരു നെബുലയായിരുന്നു, പിന്നെ അത് പൊട്ടിത്തെറിച്ച് രണ്ടും രണ്ടായി. ആ സത്യം അവരും പഠിക്കുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ പറഞ്ഞ. പക്ഷേ ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചാലക ശക്തി എന്ന് അവിടുത്തെ പാഠത്തിലില്ല. അതേസമയം നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്രയോ ഗവേഷണം നടത്തി ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയ സയന്റിസ്റ്റുകൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിലേറെക്കുറെ ഇപ്പം മുസല്ലമായ സമ്മതിക്കപ്പെടാൻ പറ്റുന്ന ഒരു അഭിപ്രായം ഈ ബിഗ് ബാങ് തിയറിയാണ്.
പക്ഷേ ഇത് ഹനീഫ് ഉസ്താദ് ദർസ് നടത്തുമ്പോൾ ഓതിക്കൊടുക്കുന്നതേ ഇത് രണ്ടും ഒട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങ് പൊട്ടിത്തെറിച്ചു എന്നല്ല. വിശുദ്ധ ഖുർആന്റെ അധ്യാപനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് കാനത്താറത്തക്കൻ, അത് ഒട്ടിപ്പിടിച്ച പിണ്ടമായിരുന്നു എന്ന് പറയുന്നതിനല്ല പ്രസക്തി. എന്നിടത്ത് അതിനെ ഫത്ക്ക് ചെയ്തു, പൊട്ടിച്ചു എന്നതിനുമല്ല, മറിച്ച് ആ പറഞ്ഞതിൽ ഏറ്റവും പ്രസക്തി ഫതഖ്ന എന്ന് പറഞ്ഞ നാക്കാണ്. നമ്മളാണ് അതിനെ പൊളിച്ചത്. അതായത് അള്ളാഹുവിനെ കണ്ടെത്തണം, സ്രഷ്ടാവിനെ കണ്ടെത്തണം. ഫതഖ്നാഹുമാ. നോക്ക് നിങ്ങൾ, അതാ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇതിലൊക്കെ ഗവേഷണവും ഗവേഷണാനന്തര ഗവേഷണവും ഒക്കെ നടത്തുന്നവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പള്ളി ദർസിൽ പഠിപ്പിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വങ്ങളാണ്. അവിടെ ആരാണത് പൊട്ടിച്ചതെന്നും കൂടി പറയുന്നുണ്ട്. അതിനല്ലേ പ്രസക്തി. വെറുതെ അങ്ങ് പൊട്ടിയെന്നല്ല പറയുന്നത്. അത് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. അവിടെയാണ് അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നത്. അല്ലദീ ഖലഖ ഫസവ്വ. സവ്വ എന്ന് പറഞ്ഞത് അതാണ്. അവൻ എല്ലാം സൃഷ്ടിച്ചൊരുക്കി എന്നല്ല, സൃഷ്ടിച്ചൊരുക്കിയപ്പം സന്തുലിതത്വം നിലനിർത്തി അവൻ ബാലൻസ് കീപ്പ് ചെയ്തു എല്ലാറ്റിലും. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ നിന്ന് പ്രസംഗിക്കാൻ എനിക്ക് കഴിയുന്നു അല്ലെ? നമ്മുടെ ബാലൻസ്, തലയുടെ ബാലൻസ് അങ്ങ് തെറ്റിക്കഴിഞ്ഞാൽ ഉടനെ വീഴും. ഏത് സൃഷ്ടിയിലും ബാലൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഫസവ്വ എന്ന് പറഞ്ഞത് വളരെ വലിയൊരു ഭാഗമാണ്. ഖൽഖ് മാത്രമല്ല, തസ്വിയത്ത്, മട്ടം പോലെ പടച്ചു. എന്തൊക്കെയാ വേണ്ടത് ആ ഘടകങ്ങളൊക്കെ ഉൾപ്പെടുത്തി പടച്ചു. ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ. എന്നിട്ട് സൃഷ്ടിച്ചൊരുക്കിയ ഏതൊരു ജന്തുവിനും ഒരു ജീവിതമാർഗം അള്ളാഹു കണക്കാക്കി. ഫഹദ. ആ കണക്കാക്കിയ മാർഗത്തിലേക്ക് അള്ളാഹു ഹിദായത്തും നൽകി. ഇനിയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഞാൻ പറയുന്നത്, ഏത് നിരീശ്വരവാദിയോട് യുക്തിവാദിയോട് നിങ്ങൾ പറ, 2 മുട്ടകൾ എടുത്തു. ഒന്ന് കോഴിമുട്ടയാണ്, ഒന്ന് താറാവു മുട്ടയാണ്. ഒരു കോഴിമുട്ടയും ഒരു താറാവു മുട്ടയും രണ്ടും വിരിയാറായിട്ടുണ്ട്. എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന ഉമ്മമാര്, ഉപ്പമാര്, എൻ്റെയൊക്കെ പ്രായത്തിനപ്പുറത്തേക്കുള്ളവർക്കൊക്കെ അറിയുന്നത്. കാരണം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നമ്മളെ വീട്ടിലൊക്കെ കോഴി വളർത്താറുണ്ട്. മുട്ടക്ക് കോഴി അടയിരിക്കാറുണ്ട്, വിരിയാറുണ്ട്, കോഴിക്കുഞ്ഞുങ്ങൾ വിരിയാറുണ്ട് അല്ലേ? 21ാമത്തെ ദിവസം കോഴിക്കുഞ്ഞ് വിരിയും. നമ്മളിങ്ങനെ എണ്ണി നിൽക്കലാണ്. 21ാമത്തെ ദിവസം ഉമ്മ പറഞ്ഞു തരും അത് വിരിയുന്നത് കാത്ത്. അപ്പോൾ 21ാമത്തെ ദിവസം ഇന്ന് വിരിയും. 21ാമത്തെ ദിവസമൊക്കെ ആ വിരിയുന്ന ദിവസം അതിൻ്റെ തലേന്നൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെവിൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ച് നോക്കിയാൽ കോഴിക്കുഞ്ഞിങ്ങനെ കരയുന്നത് കേൾക്കാം. ഒക്കെ ഇപ്പോഴത്തെ കുട്ടിയേക്കാവൊന്നും അറിയില്ല, കാരണം കോഴിയൊന്നുമില്ല വരയിൽ. അതുകൊണ്ട് ആ സംഗതിയൊന്നും, ആ ഇൽമൊന്നും ഉണ്ടാവില്ല. പ്രകൃതിയിൽ നിന്ന് കിട്ടേണ്ട കുറേ ഇൽമുകളുണ്ട്, ചുറ്റുപാടിൽ നിന്ന്, മാഹൗലിൽ നിന്ന് കിട്ടേണ്ട ഒന്നും കിട്ടാത്ത ഒരു സമൂഹമായിട്ട് വളരുന്നുണ്ട്. വെറും മൊബൈലിൽ തോണ്ടിയിരിക്കുകയാണ്. സമയം കൊല്ലരുത് മക്കളെ. വളർന്നു വരുന്ന ജനറേഷനോട് പറയാനുള്ളത് അതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, വിരിയാറായ കോഴിമുട്ട ഇപ്പം വിരിയും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ അത് വിരിയും. നിങ്ങൾ കൊണ്ടുപോയി ഒരു കുളത്തിൻ്റെ അടുത്ത് വെക്കുന്നു, കുളക്കരയിലേക്ക് കൊണ്ടുചെന്നു. കുളത്തിന് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്, ഒക്കെ മൂടി നിൽക്കുക. ഒരു സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ വെള്ളം കയറിയില്ല എന്നുള്ള മട്ടിൽ ഇങ്ങനെ എത്തി നിൽക്കുന്നുണ്ട്. ആ സ്റ്റെപ്പിലേക്ക് വെള്ളം ഇങ്ങനെ എത്തി നിൽക്കുന്നുണ്ട്. ആ സ്റ്റെപ്പിൻ്റെ ഇങ്ങേ സൈഡിൽ, അരുവിൽ, അതിൻ്റെ അരികിൽ നമ്മൾ ഈ 2 മുട്ടയും വെച്ചു. ഒന്ന് താറാവ് മുട്ടയാണ്, ഒന്ന് കോഴിമുട്ടയാണ്. സമ്മർദ്ദം വന്നപ്പം ഇത് പൊട്ടി. ഉള്ളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ട് കോഴിമുട്ട പൊട്ടുമ്പോൾ പുറത്തേക്ക് വരും, 2 ആളും വരും. കോഴിക്കുഞ്ഞും വരും, താറാവ് കുഞ്ഞും വരും. ചെറിയ കുഞ്ഞുങ്ങളാണ്. ഒരു സ്കൂളിലും മദ്രസയിലും അവരെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാ. വല്ലദീ ഖദ്ദറ ഫഹദ എന്നുള്ളതിൻ്റെ അർത്ഥം പറയുന്നത്. ഒരു സ്കൂളിലും മദ്രസയിലും കോളേജിലും ആ കുട്ടികൾ പോയിട്ടില്ല, കോഴിക്കുഞ്ഞും പോയിട്ടില്ല, ഈ കുട്ടി താറാവ് കുഞ്ഞും പോയിട്ടില്ല. എന്താ സംഭവിക്കുന്നത്? ആ സ്റ്റെപ്പിലേക്ക് വെള്ളം നിങ്ങളൊന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ വെള്ളം സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ കോഴിക്കുഞ്ഞ് ഇറുകിപ്പിടിച്ച് ചുമരിൻ്റെ സൈഡിലേക്ക് ഇറുകിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കും പേടിച്ചിട്ട്. അതേ സമയത്തോ താറാവ് കുഞ്ഞ്
ആ വെള്ളം കാണുമ്പോൾ അവൻ ആവേശാണ്, എടുത്തങ്ങ് ചാടി കുളത്തിലൊരു റൗണ്ടൊക്കെ അടിച്ചിട്ട് തിരിച്ചിട്ട് വരും. ഈ വെള്ളം എത്തി നിൽക്കുന്നത് കാണുമ്പം കോഴിക്കുഞ്ഞിനെ അറച്ചു നിൽക്കാൻ പ്രേരിപ്പിച്ചതും താറാവ് കുഞ്ഞിനെ അതിലേക്ക് എടുത്തു ചാടാൻ പ്രോത്സാഹിപ്പിച്ചതും പ്രചോദിപ്പിച്ചതും എന്താണ് അതിന്റെ പിന്നിലുള്ള പ്രചോദനം? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. ആരാണ് ആ കോഴിക്കുഞ്ഞിനോട് മോനെ നീ അങ്ങോട്ട് ചാടരുതിട്ടോ, നീ ആ വെള്ളത്തിൽ ചാടിയാൽ ആണ്ടുപോകുമെന്ന് പറഞ്ഞത്? താറാവ് കുഞ്ഞിനോട് നീ സുഖമായിട്ട് എടുത്തു ചാടിക്കോ, നിനക്കൊരു റൗണ്ട് ചുറ്റി വരാം, നീന്തി തുടിക്കാം എന്ന് താറാവ് കുഞ്ഞിന് പറഞ്ഞു കൊടുത്തത് ആരാണ്? അതിലേക്ക് വഴി കാണിച്ചു കൊടുത്തത് ആരാണ്? അവന്റെ പേരാണ് അല്ലാഹു. വല്ലദീ ഖദ്ദറ ഫഹദാ. ഓരോ ജീവിക്കും ഓരോ ജീവിത ശൈലികൾ അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. ആ കണക്കാക്കിയ ശൈലിയിലേക്ക് അല്ലാഹു തആല അതിനെ അങ്ങ് വഴി നടത്തും. ഖുർആൻ പറയുന്നത് നോക്കുങ്ങൾ, ഇത് ഉൾക്കൊള്ളണം. ഇങ്ങനെ എന്തൊക്കെ അത്ഭുത. കാട്ടിലേക്ക് പോയാൽ ധാരാളം അത്ഭുതങ്ങളുണ്ട്. കാട്ടിലേക്കൊക്കെ പോയാൽ ധാരാളം അത്ഭുതങ്ങളുണ്ട്. നിങ്ങളെയൊക്കെ വീട്ടിൽ പ്രസവിക്കുന്ന ആടും അതുപോലെ തന്നെ പശുവൊക്കെ ഇതിൽ ഉദാഹരണങ്ങളായിരിക്കും. വലിയ അത്ഭുതമല്ലേ? ഈ പശുക്കുഞ്ഞിന് ഈ പശുക്കിടാവിന് പശുവിൻ്റെ അകിട്ടിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് ആരാ? വീട്ടിലെ അമ്മ. നിങ്ങൾ പറഞ്ഞേക്കാം, പശു വളർത്തുന്നവർ, അത് നിങ്ങളെ പുരയിലല്ലേ ഉള്ളൂ. കാട്ടിലുള്ള പശു, കാട്ടുപശു പ്രസവിക്കുമ്പോൾ ആരാണ് ആ കുഞ്ഞിനെ അതിൻ്റെ അകിട്ടിലേക്കാക്കി കൊടുക്കുന്നത്? വല്ലദീ ഖദ്ദറ ഫഹദാ. അവനാണ് ഹിദായത്ത് നൽകുന്നത്, വഴി കാണിക്കുന്നത്. പൊയ്ക്കോ അകിട്ടിലേക്ക് ഒരു തള്ളു വരുന്നുണ്ട്. അങ്ങനെ ഒരു ഉൾവിളി ഈ ജന്തുവിന് കിട്ടുന്നുണ്ട്. ആ ഉൾവിളി നൽകുന്നവന്റെ പേരാണ് അല്ലാഹു. ഇങ്ങനെയായിട്ട് പിന്നെ നീ എങ്ങനെയാണ് പടച്ചോനെ നിഷേധിക്കുന്നത്? അതുകൊണ്ട് അല്ലാഹു ഉണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തണം. അതാണ് ആദ്യമായിട്ട് വേണ്ടത്. ഇനി രണ്ടാമത് വേണ്ടത്, അല്ലാഹു മാത്രമേ ആരാധിക്കാൻ പറ്റൂ. അത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന ആയത്ത് വിശദീകരിച്ചാൽ ബോധ്യപ്പെടും. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. നമ്മളിപ്പോൾ എന്തായാലും ഇതൊക്കെ ബോധ്യപ്പെട്ടവരും അംഗീകരിച്ചവരും വരാം. നമുക്ക് വേണ്ടത് വദക്കറസ്മ റബ്ബിഹി ഫസല്ല, ഈ രണ്ട് ഭാഗമാണ്. അതിലേക്ക് ഞാൻ വരാം. അപ്പം അതുകൊണ്ട് അള്ളാഹുവിനെ അംഗീകരിക്കണം. അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന് അംഗീകരിക്കണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ലാ തൗഖുദുഹു സിനതുൻ വലാ നൗം. ആയത്തുൽ കുർസി എത്ര സുന്ദരമായ ഒരു ആയത്താ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനോഹരമായി പഠിക്കണം എന്നൊരാൾക്ക് കൊതിയുണ്ടെങ്കിൽ ആയത്തുൽ കുർസി പഠിച്ചാൽ മതി. അയാൾ ആയത്തുൽ കുർസി അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൂർണ്ണ വശം പഠിപ്പിക്കാനുള്ളതാണ്. ഞാൻ മുമ്പ് നടത്തിയൊരു പ്രഭാഷണമുണ്ട്. ഇവിടെ ഇപ്പം അതെല്ലാം കൂടെ പറയാൻ സമയമല്ല. ആയത്തുൽ കുർസി 10 മണിക്കൂർ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, ഒരു 10-17 കൊല്ലങ്ങൾക്ക് മുമ്പാണത്. ചെറുപ്പകാലത്ത് നടത്തിയ പ്രഭാഷണമാണ്. ആ പ്രഭാഷണം കേട്ടിട്ട് എന്നെ പാലക്കാട് ജില്ലയിലുള്ള ഒരു ഡോക്ടർ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നും ചെല്ലുന്ന, അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്ന, അദ്ദേഹത്തെ കുടുംബ ഡോക്ടറായി കാണുന്ന ഒരു സാധാരണ ഓട്ടോറിക്ഷ ഡ്രൈവർ. അദ്ദേഹം ഈ ആയത്തുൽ കുർസിയിൻ്റെ, അന്നൊക്കെ CD-കളുടെ യുഗ, ഇപ്പൊ CD ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ ഇവിടെ എന്ത് മിണ്ടിയാലും അത് അപ്പം തന്നെ പുറത്തു പോവുകയാണ്. അന്ന് CD-കളുടെ യുഗമാണ്. അപ്പോൾ ഒരു കെട്ട് CD, 10 CD-കൾ, 5 ദിവസത്തെ പ്രഭാഷണം. ആയത്തുൽ കുർസിയിനെ 5 ഭാഗങ്ങളായി തിരിച്ച് 5 ദിവസം നടത്തിയ പ്രഭാഷണം ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ഇദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ അദ്ദേഹം എന്നെ വിളിച്ചു, എൻ്റെ നമ്പർ സംഘടിപ്പിച്ച് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 50 വയസ്സുണ്ട് എനിക്ക്, പേരിന് മുസ്ലിമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഞാൻ മതപരമായി ഒരു ചിട്ടയുമില്ലാത്ത ആളായിരുന്നു. ഒരു ചിട്ടയുമില്ല എന്ന് പറഞ്ഞാൽ നിസ്കാരം എന്ന് പറഞ്ഞ പരിപാടിയെ എനിക്കില്ല. കാരണം എൻ്റെ പ്രധാന വിഷയം അള്ളാഹു ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ലായിരുന്നു. അള്ളാഹു ഉണ്ടെന്ന് ബോധ്യപ്പെട്ടെങ്കിലല്ലേ നിസ്കരിക്കേണ്ടതുള്ളൂ, അപ്പോഴല്ലേ പരലോക ജീവിതത്തെക്കുറിച്ച് പേടിക്കേണ്ടതുള്ളൂ, അവനല്ലേ സ്വർഗവും നരകവും ഒക്കെ വിഷയാകുള്ളൂ. എനിക്കതൊന്നും ബോധ്യപ്പെട്ടില്ല. ഞാൻ വളരെ പ്രയാസപ്പെട്ടു.
എൻ്റെ 50 കൊല്ലക്കാലം നഷ്ടപ്പെട്ടതോർത്ത് ഇയാൾ പറയാണ്. കാരണം എന്താണ്? ഞാൻ തീരെ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ തെറ്റായി പോ ഉസ്താദേ. ഇയാളിനോട് പറഞ്ഞു, എൻ്റെ നിക്കാഹ് നടന്നത് ഒരു പള്ളിയിൽ വെച്ചായിരുന്നു, അന്ന് അസ്ർ നിസ്കരിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ഉണ്ടാകലുണ്ട്, അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. നിക്കാഹുള്ളെന്ന് മാത്രം അസ്ർ നിസ്കരിക്കുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലും ചിലപ്പോൾ ഇവിടെ എല്ലാം സദസ്സിലുണ്ടാവില്ല. നമ്മളങ്ങനെയൊക്കെ കാണാറുണ്ട് അല്ലേ? ഒരു സഹോദരൻ ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു നിക്കാഹിൻ്റെ വേദി കഴിഞ്ഞ് ഭക്ഷണം മുകളിലെ തട്ടിലാണ്, പള്ളിയിൽ വെച്ചാണ് നിക്കാഹ് ഇടുന്നത്, മുകളിലെ തട്ടിലാണ്. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ ഇടത്തോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞാനാണോ അവിടെ ഇരിക്കുന്നത് എന്ന്. എന്നെ ബഹുമാനിക്കുന്ന ഒരു കുട്ടിയാണ്, ചെറുപ്പക്കാരൻ. അവനിത് കയറി വന്നപ്പോൾ ചെറിയൊരു പൊതിയും ചായയാണ്. അപ്പോൾ ഇവൻ തൊട്ടടുത്തുള്ളവനോട് ഇങ്ങനെ പറയുന്നുണ്ട്, അസ്ർ നിസ്കരിച്ചത് മുതലായില്ല, ഈ പൊതിയ കാരണം അസ്ർ നിസ്കരിച്ചത് മുതലായില്ല. കാരണം നിക്കാഹുള്ളതുകൊണ്ട് മാത്രം അസ്ർ നിസ്കരിച്ചതാണ്. അപ്പോൾ ഈ ചെറിയ പൊതി കണ്ടപ്പോൾ പറയണം അസ്ർ നിസ്കരിച്ചത് മുതലായില്ല. ഞാൻ അവനെ പതുക്കെ അങ്ങനെ കൊട്ടിയിട്ട് ചോദിച്ചു, എന്തേ പറഞ്ഞു എന്ന് ചോദിച്ചു. ഇപ്പോഴും ആ കുട്ടി ആ വിഷയം സൂചിപ്പിച്ചാൽ ചിരിക്കും. കാരണം അവന് മനസ്സിലേക്ക് വല്ലാതെ തട്ടിയൊരു സംഭവമാണ്. ഞാൻ അവനെ വിളിച്ച് ഉപദേശിച്ചു, തമാശക്ക് പോലും അത്തരം വർത്തമാനങ്ങളൊന്നും പറയാൻ പാടില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ അന്ന് അസ്ർ നിസ്കരിച്ചിട്ടുണ്ട്, അതിനിപ്പോൾ എന്താ വിളിക്കേണ്ടവരോ? അത് ഇബാദത്തായിട്ടുള്ള സംസ്കാരമല്ല, അതിനൊരു മാപ്പിള സംസ്കാരം എന്ന് പറയാം. മാപ്പിള സംസ്കാരത്തിന്റെ പേരിൽ ജുമാക്ക് മാത്രം പോണോലുണ്ട്. മാപ്പിളാർ വെള്ളിയാഴ്ച പള്ളിക്ക് പോകും, അതുകൊണ്ട് ഞാനും പോകുന്ന പറഞ്ഞിട്ട് വേറെയുള്ള വക്തൊന്നുമില്ല എന്നതുപോലെ മാപ്പിള സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ അസ്ർ നിസ്കരിച്ചു എന്ന് പറയാം, വേറൊന്നുമില്ല. അയാൾ പറഞ്ഞു, ഈ പ്രഭാഷണം കേട്ടപ്പോൾ ആയത്തുൽ കുർസി വിശദീകരിക്കുന്നത് കേട്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ ഹദീസുകളും അതിൻ്റെ സുന്ദരമായ അവതരണങ്ങളും എന്ന് പറഞ്ഞാൽ നമ്മുടെ അവതരണത്തിൻ്റെ സൗന്ദര്യമല്ല, മഹാന്മാർ പറഞ്ഞു വെച്ചതൊക്കെ. നമുക്ക് സ്വന്തമായിട്ട് എന്ത് സൗന്ദര്യം ഉണ്ടാക്കാൻ പറ്റുക? എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആസ്വദിക്കണം. കുളപ്പുറത്ത് വലിയ ദിവസം നടക്കുന്നു. പഴയ കാലത്തൊക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങളൊക്കെ ഓതി പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ഉസ്താദ് സുബഹിക്ക് തഫ്സീർ എടുക്കുമ്പോൾ ഒരുപാട് സാധാരണക്കാർ വന്നിട്ട് അതിലിരിക്കുമായിരുന്നു. ഇരിക്കണം, അവിടെ നിന്നൊക്കെ ഒരുപാട് കിട്ടാനുണ്ട്. ഇന്നതൊക്കെ പോയി, ആരും ദർസൊന്നും കേൾക്കാറില്ല. സാധാരണക്കാർ നിസ്കരിക്കാൻ വരുന്നവരൊക്കെ ഇരുന്നിട്ട് ആ ക്ലാസ് കേൾക്കും. എന്തൊരു ഗുണമെന്നറിയും നിങ്ങളത്. ഒരുപാട് കിട്ടാനുണ്ട് അതിൽ നിന്നൊക്കെ. ഞാൻ പറഞ്ഞു വന്നത്, ഇയാൾ പറഞ്ഞു, ഞാൻ ഈ ആയത്തുൽ കുർസിന്റെ വിശദീകരണം കേട്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അള്ളാഹു ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമായി. ഞാൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുല്ലമയുള്ള ഒരു വേദിയിൽ വെച്ച് ഇത് പറഞ്ഞപ്പോൾ സുൽത്താനുല്ലമ പൊട്ടിയങ്ങ് കരഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഡോക്ടർ എന്നോട് പറഞ്ഞു, അതുകൊണ്ട് ഇപ്പോൾ 6 മാസമായിട്ട് ആ പ്രഭാഷണം കേട്ടതിന് ശേഷം ഒരു വഖത്ത് നിസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. മരിക്കോളൂ, ഇത് തുടർന്നു പോകണം, ദുആ ചെയ്യണം. നമ്മളെ അധ്വാനം ഫലപ്പെടുന്ന മേഖലയാണത്, സംസാരം ഫലപ്പെടുന്ന മേഖലയാണ്. അങ്ങനെ അത്രയും മനോഹരമാണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി ശരിക്കങ്ങട്ട് പഠിച്ചാല് ആ ആള് അല്ലാത്ത ഒരാളെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ആയത്തുൽ കുർസിന്റെ തൊട്ടടുത്തായി തന്നെ ലാ ഇക്റാഹ ഫിദ്ദീൻ ആയത്. അങ്ങനെ നാട്ടിൽ കുഴപ്പമുണ്ടാകരുത് എന്ന് കരുതിയിട്ട് ആയത്തുൽ കുർസി മര്യാദക്കാട് പഠിച്ചു കഴിഞ്ഞാൽ അല്ലാത്ത ഒരാൾ ആരാധിക്കുന്നത് ആലോചിക്കാൻ പോലും പറ്റൂല. എന്നാൽ മതസ്പർദ്ധ ഉണ്ടാക്കും വിധത്തിൽ ഇടപെടലുകൾ പറ്റൂല. ലാ ഇക്റാഹ ഫിദ്ദീൻ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഉസഖ് എന്നായിരുന്നു. തീയാരാധകനായിരുന്നു. ഉസഖ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഒരു ദിവസം പറഞ്ഞു, ഇതൊക്കെ ഞാൻ എന്തിനാ പറഞ്ഞത്, മറ്റൊരു കാര്യവും കൂടെ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ലക്ഷ്യമുണ്ട്. നമ്മളെ SSFകാർ നേരത്തെ വിളിച്ചിരുന്ന വലിയൊരു മുദ്രാവാക്യമായിരുന്നു മമ്പുറം തങ്ങളും കോന്തുനായരും. ഓർക്കുന്നുണ്ടോ? SSFകാരോ SYSകാരോ അത് വിളിച്ചത് SFN അല്ലേ ആ പ്രമേയം? അതിനെ കളിയാക്കി ലേഖനം എഴുതിയിരുന്നവരുണ്ടായിരുന്നു അന്ന്. മമ്പുറം തങ്ങളും കോന്തുനായരും. ഇവർക്കറിയാത്തത് കൊണ്ടാണ്. കേരള സംസ്കാരം എന്താണെന്ന് ഇവർക്കറിയാത്തത് കൊണ്ടാണ്. അങ്ങനെ തന്നെയാണ്. മമ്പുറം തങ്ങളും കോന്തുനായരും ഉണ്ട്, മങ്ങാട്ടച്ഛനും കുഞ്ഞായി മുസ്ലിയാരും ഉണ്ട്.
ഈ സൗഹൃദങ്ങൾക്കൊന്നും മതചിട്ടകൾ തടസ്സമായിരുന്നില്ല മനുഷ്യ സൗഹാർദ്ദങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിന്. അതിൻ്റെ അർത്ഥം എല്ലാം ശരിയാണെന്ന് എല്ലാവരും സമ്മതിച്ചു എന്നല്ല. ഷിർക്കിനെ ഒരിക്കലും വെള്ളപൂശൂല, കുഫറിനെ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല. തൗഹീദ് യുക്തിഭദ്രമാണ്, ബാക്കിയുള്ളത് കുഫറും ഷിർക്കും യുക്തിരഹിതമാണ്. അത് നമ്മൾ എന്നും പറയും. അതോടൊപ്പം പറയട്ടെ, ഈ രാജ്യത്തെല്ലാവർക്കും ജീവിക്കാം. ലാ ഇക്റാഹ ഫിദ്ദീൻ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആയത്തിന്റെ സന്ദർഭം വിവരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. ഉസക്ക് ചോദിച്ചത്രേ, ഉസക്കിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്രേ, നീ എൻ്റെ അടുത്ത കൂട്ടുകാരനാ, നീ ഒരു കാര്യം ചെയ്യോ, നീ എൻ്റെ അടുത്ത കൂട്ടുകാരനല്ലേ, അതുകൊണ്ട് ഒരു കാര്യം നിനക്ക് ചെയ്യാൻ പറ്റുമോ? നീ മുസ്ലിം ആവുകയാണെങ്കിൽ, ലൗ അസ്ലംത, നീ ഒന്ന് മുസ്ലിം ആവുകയാണെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ എത്ര കണ്ട് വിശ്വസിക്കാമായിരുന്നു. എൻ്റെ അടുത്ത കൂട്ടുകാരനാണ്, എൻ്റെ സ്വന്തക്കാരനായി എൻ്റെ കൂടെയുണ്ട്. എന്നാലും ചില സംഘടനാ രഹസ്യങ്ങൾ അതൊന്നും പറയാൻ പറ്റൂലല്ലോ. അതും പറയാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നല്ലോ. നീ എൻ്റെ മതവും കൂടെ അംഗീകരിച്ചാൽ അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞൂടെ? എടുത്ത വഴി കുസക്ക് പറഞ്ഞത്രേ, നിങ്ങൾ എന്ത് രഹസ്യവും എന്നോട് പറഞ്ഞോളൂ, എനിക്കതിന് പ്രയാസമല്ല, ഞാനത് പുറത്തു വിടൂല, ഞാൻ നിങ്ങളുടെ വിശ്വസ്തനാണ്. അമ്പ്രന്തങ്ങൾക്ക് കൊന്തുനായർ വിശ്വസ്തനായിരുന്നത് പോലെ ഞാൻ നിങ്ങളുടെ വിശ്വസ്തനാണ്, ഞാൻ നിങ്ങളെ ചതിക്കൂല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആരോടത് പറയുന്നു കൂടി ആലോചിക്കണം കേട്ടോ. ഉസക്ക് പറഞ്ഞു ഒരു കാര്യമുണ്ട്, ഇനി ഒരാവർത്തി ഇസ്ലാം മതത്തിലേക്ക് വരണം എന്ന് പറഞ്ഞ് എന്നെ ക്ഷണിക്കരുത്, ആ മതത്തിലേക്ക് ഞാൻ വരൂല, അത്രയും മോശപ്പെട്ട മതാണത്. ഇതാരോടാ പറയുന്നത്? ഉമർ റളിയല്ലാഹുവിനോട്, സാധാരണ ഒരാളോടല്ല. അതിന് ഉമർ റളിയല്ലാഹുവിന് കൊടുത്ത മറുപടി എന്താ അറിയോ? ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന ആയത്ത് വിശുദ്ധ ഖുർആനിൽ ഇല്ലായിരുന്നുവെങ്കിൽ നിന്റെ ഈ തല ഈ ഉടലിൽ ഉണ്ടാവില്ലായിരുന്നു. മറുപടി തീരുമാനം കാണുമായിരുന്നു ഞാൻ, കാരണം കുറച്ച് കടുപ്പത്തിലാ സംസാരിച്ചത്, ഇതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. പക്ഷേ ലാ ഇക്റാഹ ഫിദ്ദീൻ എൻ്റെ മതം എന്നെ പഠിപ്പിച്ചു, അതുകൊണ്ട് നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്, നീ വിചാരിച്ചതുപോലെ നിനക്ക് ജീവിക്കാം. പക്ഷേ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ഇത് ഉൾക്കൊള്ളണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കണം, അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന് അംഗീകരിക്കണം. ഇനി അള്ളാഹുവിനെ പറ്റി മോശപ്പെട്ട ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന ബിദ്അത്തുകാരുമാവാൻ പാടില്ല. അള്ളാഹു അർശിൽ കയറിയിരിക്കുകയാണ്, കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, നമ്മളെ കൈ പോലെ അല്ല, കാല് പോലെ അല്ല എന്നൊക്കെ ചിലപ്പോൾ പറയും, ചിലപ്പോൾ അതുപോലെയാണെന്ന് പറയുന്നവരും ഉണ്ടാവും. അതെന്തോ ആവട്ടെ, പറയരുത്, പറയരുത്. അതാണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ. അപ്പോ ഈമാൻ ശരിപ്പെടുത്തുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഘടകം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഉറപ്പിക്കുക. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എൻ്റെ മുമ്പ് കഴിഞ്ഞുപോയ 1,24,000 നബിമാരും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ഉദാത്തമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനാണ്. അത് പറയാൻ ഭാഗ്യം കിട്ടിയവനാണ് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യമുള്ളത്. എത്ര സുന്ദരാണ് ആ ആശയം. ഇനി അത് കഴിഞ്ഞിട്ട് വദക്കറ സ്മ റബ്ബിഹി, മനസ്സാ വാചാ, മനസ്സിനെ തന്നെ കിബിർ, അസൂയ പോലെയുള്ള രോഗങ്ങളെ തൊട്ടൊക്കെ മനസ്സിനെ ശുദ്ധിയാക്കണം. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് 1 മണിക്കൂർ സംസാരിക്കുക എന്നാണ്. 9:30 എൻ്റെ പ്രഭാഷണം നിർത്തും. 9:10 20 മിനിറ്റേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ ചുരുക്കി അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ വേഗം വിഷയം വെട്ടിച്ചുരുക്കാം. കിബിറുണ്ടാവരുത്, ഹസദ് ഉണ്ടാവരുത്, മനസ്സ് നന്നാവണം. ചുരുക്കി അത്രമാത്രം പറയാം. അതോടൊപ്പം തന്നെ വദക്കറ സ്മ റബ്ബിഹി, അള്ളാഹുവിനെ അടയാളപ്പെടുത്തുന്ന പേരുകൾ എപ്പോഴും പറയണം. എപ്പോഴും അള്ളാഹ്, അള്ളാഹുവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കണം എപ്പോഴും നാവിൽ വരേണ്ടത്. എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് ഖൈറ് മാത്രം പറയുക. അതിൻ്റെ ആശയം അതാണ്, നേരത്തെ കേൾപ്പിച്ചല്ലോ. വദക്കറ സ്മ റബ്ബിഹി. അപ്പം ഈ നാവ് ദുഷിപ്പിക്കുന്നതാണ് ഇന്നത്തെ ജനതയുടെ ഏറ്റവും വലിയ വിഷയം. ഈ നാവ് ദുഷിപ്പിക്കുക എന്നതാണ് ഇന്നത്തെ ജനതയുടെ ഏറ്റവും വലിയ വിഷയം. ചെറിയ കാര്യമല്ല.
ഈമാൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാനത് വിശദീകരിക്കാതെ പോയത് മുഹമ്മദ് റസൂലുള്ള പറഞ്ഞിട്ടില്ല. അതാണ് വിദഗ്ധക്കാരും നമ്മളുമായിട്ടുള്ള അടിസ്ഥാന വ്യത്യാസം തന്നെ. അവർക്ക് മുഹമ്മദ് റസൂലുള്ള ശരിക്കായിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല, എപ്പോഴും കഴിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി സാധാരണ മനുഷ്യരാണ് എന്ന് പറയാൻ ഒരു ഉളുപ്പില്ല. നബി തങ്ങളുടെ ഉമ്മയും ബാപ്പയും മുശ്രിക്കാണ്, നരകത്തിലാണ് എന്നൊക്കെ ഒരു ലജ്ജയില്ലാതെ എഴുതും, പ്രസംഗിക്കും. മുത്തുനബിയെ അംഗീകരിക്കാതെ, ഹബീബായ റസൂലുള്ളാഹി അംഗീകരിക്കാതെ ഒരിക്കലും ഇത് പൂർത്തിയാവൂല. നമ്മൾ ഈ അള്ളാഹുവിൻ്റെ ഇടയിലുള്ള മീഡിയേറ്റർ അത് അള്ളാഹുവിൻ്റെ റസൂലാണ്. അതുകൊണ്ടാണ് തൗഹീദ് പഠിപ്പിക്കുന്ന അധ്യായം, തൗഹീദ് പഠിപ്പിക്കുന്ന അധ്യായം. ഇമാം അഹ്മദ് റസാഖാനെ പറ്റി ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ആളുകൾ. എന്താണത്? ഈ അഹ്മദ് റസാഖാൻ മഹബത്തുൻ നബി, ഇഷ്കുർ റസൂൽ, ഇതൊക്കെ അങ്ങനെ പറഞ്ഞ് PSSF കുട്ടികളൊക്കെ എപ്പോഴും ഇനിയിപ്പോൾ ഇവിടെ നടക്കുന്ന പരിപാടികളിലൊക്കെ അതാ വരാൻ പോണ്. ഇഷ്കും മധുഹും ഒക്കെയാണ് കേൾക്കാൻ പോകുന്നത്. അപ്പൊ ഇത് പറഞ്ഞ് അഹ്മദ് റസാഖാൻ അള്ളാഹുവിനെ മറന്നുപോയിരിക്കുന്നു. നമ്മളെ കൂട്ടത്തിലും വെളിവ് കുറഞ്ഞ ചിലരങ്ങനെ പറയാറുണ്ട്. റസൂലുള്ളാഹിനെ പറ്റി ഒരു 2 മദ്ഹ് പറഞ്ഞാൽ അവർക്ക് നമ്മൾ പടച്ചോനെ മറന്നു എന്നാണ് അവർക്ക് തോന്നൽ. അല്ല സുഹൃത്തെ, അവനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേ, സൗമ്യമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കൂ. അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കി തന്നത് മുഹമ്മദ് റസൂലുള്ളാഹിയാ അല്ലേ? അതിലാർക്കും തർക്കല്ല. അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ് എത്ര വലിയ മഹാനായിരുന്നു. അവരുടെ വീട്ടിലേക്ക് കയറുമ്പോൾ ഒരാൾ നേരിട്ട് അത് അനുഭവിച്ച ഒരു കഥ പറഞ്ഞു എന്നോട്. പുറത്തെ വാതിലിൽ മുഹമ്മദ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അകത്തേക്ക് കടന്നിട്ടുള്ള വാതിലിൽ അള്ളാഹു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ വെറുതെ അങ്ങനെ ഉണ്ടാവുമല്ലോ, വെറുതെ കാണുമ്പോൾ സംശയാക്കും. ഒരാൾ ചോദിച്ചു, തിരിച്ചെഴുതിക്കൂടായിരുന്നോ? ആദ്യത്തെ വാതിലിൽ അള്ളാഹുവും രണ്ടാമത്തെ വാതിലിൽ മുഹമ്മദും, അതല്ലേ എൻ്റെ ഭംഗി? അതല്ലേ? ഉസ്താദിൻ്റെ ഒരു മറുപടി ഉണ്ട്. ഉസ്താദിനെ അറിയുന്നവർക്കൊക്കെ അറിയാം. മജ്മയിൽ കുറച്ചു കാലം വരാറുണ്ടായിരുന്നു അവസാന കാലഘട്ടത്തിൽ, അന്നുള്ള ഒരു പരിചയം. സ്വതസിദ്ധമായ ശൈലിയിൽ മറുപടി പറഞ്ഞു, എനിക്ക് അള്ളാഹുവിനെ പറ്റി പറഞ്ഞു തന്നത് മുത്തുനബിയാണ്. നിങ്ങൾക്ക് വേറെ എവിടുന്നേലും കിട്ടിയെങ്കിൽ നിങ്ങളങ്ങനെ പറഞ്ഞോളി, ഞാൻ അങ്ങനെ പറഞ്ഞോളാം. നല്ല മറുപടിയല്ലേ? ഒന്നും പറയാനില്ലല്ലോ. എന്നാ എതിർപ്പുമില്ല, ഇയാളോട് വെച്ചെട്ടാനൊന്നുമില്ല. നീ വാദപ്രതിവാദത്തിനുണ്ടോന്ന് ചോദിക്കല്ല, വെച്ചെട്ടല്ല. പിന്നെന്താ? എത്ര മനോഹരമായ മറുപടിയാണത്. ഒന്നും പിന്നെ തിരിച്ച് പറയാനില്ലല്ലോ. ഇതാണ് മഹാനവറുകളെ പറ്റി അഹ്മദ് റസാഖാനെ പറ്റി പറഞ്ഞപ്പോ അഹ്മദ് റസാഖാൻ പറഞ്ഞു, ആരോ പറഞ്ഞുപോയി, ഞാൻ പടച്ചോനെ മറന്നുപോയിട്ടുണ്ടെന്ന് സമ്മതിക്കില്ല, അവർക്ക് മറുപടി പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞു, തൗഹീദ് റിസാലത്തിൽ നിന്നോ റിസാലത്ത് തൗഹീദിൽ നിന്നോ രണ്ടും വ്യത്യസ്തമല്ല, അത് വേറിട്ട് നിൽക്കുന്ന പ്രശ്നമേ ഇല്ല അദ്ദേഹം പറഞ്ഞു. അത് രണ്ടല്ല. റിസാലത്തില്ലാതെ തൗഹീദ് ഉണ്ടാവില്ല. തൗഹീദ് ഉണ്ടാവണമെങ്കിൽ തൗഹീദ് റിസാലത്തിന്റെ അടിത്തറയിലാണ് അത് കെട്ടിപ്പടുത്തത്. എന്തിനാണ്? അതിന് ഒരു പ്രശ്നവുമില്ലല്ലോ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വേണമെങ്കിൽ എനിക്ക് പടച്ചോനിൽ വിശ്വാസമില്ല എന്ന് പറയുന്നവർ, എന്റെ ഈമാൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവരോടായി ഞാൻ ഒരു വെല്ലുവിളി എന്നോണം പറയുകയാണ്, അഗർത്തും മേരാ ദിൽ ദോ ടുക്ഡേ കരോത്തോ, നിങ്ങൾ എന്റെ ഹൃദയം 2 കഷ്ടമാക്കിയാൽ, എന്റെ ഹൃദയം നിങ്ങൾ വെട്ടിപ്പൊളിക്ക്, അതിനെ 2 പൊളിയാക്കിയിട്ടങ്ങ് വെച്ചാൽ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അഹ്മദ് റസാഖാൻ പറഞ്ഞതാണ് റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ പറഞ്ഞു, ഏക് പർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓർ ദൂസരെ പർ മുഹമ്മദുർ റസൂലുള്ളാഹ് ലിഖാ ഹോഗാ. ഒന്നുമേൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും മറ്റേമേൽ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി വെച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയും ഭദ്രാണ് എൻ്റെ ഈമാൻ എന്ന് പറഞ്ഞാൽ 50-50 സമം ചേർന്നിരിക്കുകയാണ് റിസാലത്തും തൗഹീദും. ശരിയല്ലേ? തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വന്നൊരു അധ്യായമുണ്ട് വിശുദ്ധ ഖുർആനിലെ. തൗഹീദ് പഠിപ്പിക്കാൻ മാത്രം വന്നൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ പേര് സൂറത്തുൽ ഇഖ്ലാസ് എന്നാണ്.
സൂറത്തു തൗഹീദ് എന്നാണ്, സൂറത്തു തഫ്രീദ് എന്നാണ്, ഒരുപാട് പേരുകൾ മഹാന്മാർ പറയുന്നുണ്ട്. തൗഹീദ് പഠിപ്പിക്കാൻ മാത്രമുള്ള ഖുൽ ഹുവല്ലാഹു അഹദ്, ആ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറയുടെ തുടക്കത്തെ ഖുൽ അത് തൗഹീദ് അല്ല. തൗഹീദ് ഏതാ? ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഏകനാണ്, അത് തൗഹീദാണ്. അല്ലാഹു ആരെയും ആശ്രയിക്കാത്ത, എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്ന മഹത്തായ പരിശുദ്ധ സത്തയാണ് പടച്ചവൻ. അല്ലാഹു സമദ്, ലം യലിദ് അവന് മക്കളില്ല, വലം യൂലദ് അവന് മാതാപിതാക്കളും ഇല്ല. ഞാൻ അതൊക്കെ എൻ്റെ തഫ്സീറ പറയുന്നുണ്ട്, ഉദ്ദേശാർത്ഥം. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹു ഇന്നതുപോലെ എന്ന് പറയാൻ അല്ലാഹുവിന് മോഡലും ഇല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹ് ഇങ്ങനെ എന്ന് പറഞ്ഞു തരാൻ കഴിയൂല. കാരണം റോസാപ്പൂ പോലെ എന്ന് പറയണമെങ്കിൽ മോഡൽ വേണ്ടേ? അങ്ങനെ വേറൊരു മോഡൽ ലൈസ കമിസ്ലിഹി ഷൈ, പിന്നെ എങ്ങനെയാണ് അല്ലാഹുവിനെ പരിചയപ്പെടുത്തുക? അപ്പൊ അതുകൊണ്ട് ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ഒക്കെ തൗഹീദാ. പക്ഷേ ഖുൽ തൗഹീദ് അല്ല. ഖുൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നബിയെ തങ്ങൾ പറയണം, അത് റിസാലത്താ. അപ്പൊ ഒരാള്, ഉദാഹരണത്തിന് പറയാം, ബർനാഡ് ഷാ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി സ്വന്തം ആലോചിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കണ്ടെത്താലോ? ബുദ്ധിയുള്ള ഒരാൾക്ക് ആലോചിച്ചാൽ തന്നെ അല്ലാഹു മാത്രമേ ഇലാഹുള്ളൂ. അങ്ങനെ ആലോചിച്ച അയാൾ അത് കണ്ടെത്തി. അയാൾ പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുവഹിദാവോ? ആകൂല. അല്ലാഹു അല്ലാതെ ഇലാഹില്ല ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുവഹിദാവോ, തൗഹീദിന്റെ വക്താവോ? ഇല്ല. വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ സന്ദേശം എനിക്ക് എത്തിച്ചു തരാൻ വേണ്ടി അല്ലാഹു വിട്ട മഹാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അംഗീകരിക്കണം, അപ്പോഴേ മൂമിനാവുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? റിസാലത്തിൽ അധിഷ്ഠിതമാണ് തൗഹീദ്. അപ്പൊ മുത്തുനബി പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കണം. നബി തങ്ങൾ എന്നോട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുകൊണ്ട് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ വരണം, അപ്പോഴേ തൗഹീദാവുള്ളൂ. പിന്നെ ഇവിടുന്ന് ഈ തൗഹീദും റിസാലത്തും മാറ്റി വെക്കാൻ കഴിയാം? അതിന് സുന്നിയൊക്കെ കഴിയുള്ളൂ കേട്ടോ. അല്ലാത്തവർ അതിനെ സൈഡ് അരികുവൽക്കരിക്കപ്പെടും, അരികുവൽക്കരിക്കും. അവരുടെ സ്വഭാവം അതാണ്. റിസാലത്ത് എപ്പോഴും സൈഡാക്കുക. അവർ ഏതാവട്ടെ, വിഷയത്തിലേക്ക് തന്നെ വരാം. വദക്കറ സ്മ റബ്ബിഹി, നാവ് നന്നാവണം. ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, കളവ് പറയരുത്, ആരോപണങ്ങൾ ഉന്നയിക്കരുത്, വൃത്തികെട്ട പാട്ടുകൾ പാടി നടക്കരുത്, വൃത്തികെട്ട ഡയലോഗുകളുമായി നടക്കരുത്. പ്രിയപ്പെട്ടവരെ, നാം പറയുന്നതൊക്കെ നല്ല വാക്കുകളായിരിക്കണം. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറാ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് മാത്രമേ പറയാവൂ. ഔലിയസ്മുത്ത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ, മിണ്ടണ്ട, ഖൈറായത് മാത്രമേ പറയാവൂ. ഗീബത്തും നമീമത്തും കളവും ഫസാദും നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നും വാർത്തകളിൽ മായം ചേർക്കുന്ന ഏർപ്പാടുകൾ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് അന്താരാഷ്ട്ര തലം വരെ ഞാൻ പറയുന്നു, നമ്മുടെ നാവിനെ നാം പരിശുദ്ധമാക്കി വെക്കണം. മീഡിയകളുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. കാണുന്നു, കേൾക്കുന്നു, പക്ഷേ ഒന്നിലും അവസാനത്തെ അഭിപ്രായം പറയാൻ പോകരുത്. കാരണം പലതും കളവിൽ ബിൽഡപ്പ് ചെയ്യപ്പെട്ടതാണ്. പല പ്രചരണങ്ങളും അങ്ങനെയാണ്. കള്ളപ്രചരണങ്ങൾ ഏറ്റുപിടിക്കരുത്. സൂറത്തു നൂറ് വെട്ടി നിരത്തുന്നുണ്ട് കള്ളപ്രചരണം ഏറ്റെടുക്കുന്നവരെ. ഒരിക്കലും കള്ളപ്രചരണം ഏറ്റെടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റിയ ആശയങ്ങളല്ല ഇതൊന്നും. പക്ഷേ ആ ഒരു സംഗതി ചുരുക്കി അങ്ങ് പറഞ്ഞു തന്നാൽ അത് വളരെ ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പം നാവ് പരിശുദ്ധമാക്കണം എന്ന് പറഞ്ഞാൽ ഗീബത്ത്, കളവ്, ഫസാദ് ഇതൊന്നും പറഞ്ഞു നടക്കരുത്. നമുക്കതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ജീവിതത്തിൽ വ്യഭിചരിച്ചിട്ടില്ലാത്തവർ അവരായിരിക്കും ഈ സദസ്സിലുള്ളവരൊക്കെ. തീരെ വ്യഭിചരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു ദിവസം എത്ര കളവാ നമ്മൾ പറയുന്നത്, ഒരു ദിവസം എത്ര ഗീബത്താ നമ്മൾ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരൊറ്റ ഗീബത്ത് പറഞ്ഞാൽ
ഒരു ഗീബത്തിന്റെ കുറ്റം അത് കസലാസീന സന്നിയ, 1-2 അല്ല, 30 വ്യഭിചാരത്തിന് തുല്യമാണ്. ഇത് കേട്ടിട്ട് വ്യഭിചാരത്തിന്റെ കടുപ്പം കുറഞ്ഞു പോകരുത്. അതിന് നിങ്ങൾ എത്ര കടുപ്പമാണോ ഇപ്പോൾ സങ്കല്പിച്ചിട്ടുള്ളത്, കണക്കാക്കിയിട്ടുള്ളത്, അതുകൊണ്ടാണല്ലോ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത്. എങ്കിൽ അതിലേറെ ഡബിൾ സങ്കല്പിച്ചിട്ട് അതുപോലെ 30 വ്യഭിചാരത്തിന്റെ കടുപ്പമുണ്ട് ഒരു ഗീബത്ത് പറച്ചിലിനെങ്കിൽ എന്തിനാ സുഹൃത്തെ നമ്മുടെ നാവ് വെറുതെ ആരാന്റെ മാംസം തിന്ന് വടക്കാക്കുന്നത്? അന്തമുള്ളവർ ആ പണി ചെയ്യില്ല. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നാളെ പരലോകത്ത് വരുമ്പോ അള്ളാഹുവിന് പലതിന്റെ പേരിലും എന്നോട് കണക്ക് ചോദിക്കാനുണ്ടാക്കും. ഇമാം ഷാഫിയുടെ വളരെ മനോഹരമായ ഒരു ഡയലോഗാണത്. എന്താ വാക്കൊക്കെ ഇങ്ങനെ കേട്ടാൽ നമ്മളിങ്ങനെ എടുത്തു പിടിക്കും, നമുക്ക് രോമം അല്ലേ. മഹാനവറുകൾ പറയാണ്, പലതിന്റെ പേരിലും റബ്ബിന് എന്നോട് കണക്ക് ചോദിക്കാനുണ്ടാവും. വിനയത്തോടെ പറയണം. ഇമാം ഷാഫിഈ തങ്ങൾ ജീവിതത്തിൽ വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച ആളാണ്. പക്ഷേ എന്തൊക്കെ കാര്യത്തിൽ അള്ളാഹുവിന് എന്നെ ഹിസാബ് എടുക്കാനുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ശിഷ്യന്മാരോട് അവിടെ നിന്ന് പറഞ്ഞു, ലം അഗ്തബ് അഹദൻ മിനൽ ആലമീൻ. സുബ്ഹാനല്ലാഹ്. എന്തൊക്കെ എന്നോട് ചോദിക്കാനും പറയാനും പടച്ചോനുണ്ടെങ്കിലും എന്തിനേടാ ആ മനുഷ്യനെ നീ ഗീബത്ത് പറഞ്ഞു എന്ന് ചോദിക്കാൻ ഒരു പഴുതെന്റെ ജീവിതത്തിൽ ഇല്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ലോകത്തൊരാളെയും ഞാൻ ഗീബത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ പറ്റുന്നവർ എത്ര പേരുണ്ട് ഈ സാസിൽ? എന്ത് തസ്കിയത്താ നമ്മുടെ നാവിന് കിട്ടിയത്? ഒരു ദിവസം എത്രയാ പറയുന്നത്? ഗീബത്ത് കാരണം എന്താ? സഹോദരന് ഇഷ്ടമില്ലാത്തത് പറയാം. അത് ഉള്ളത് പറഞ്ഞാലും ഗീബത്താ, ഇല്ലാത്തത് പറഞ്ഞാൽ കള്ളപ്രചരണം അല്ലേ. ഉണ്ടാക്കി പറഞ്ഞു കള്ളപ്രചരണം എന്നാ ഇതിന് പറയാം. ഒരു മഹാൻ പറഞ്ഞു, കള്ളപ്രചരണമാണ് ഇപ്പൊ നമ്മൾ അധികം നടത്തുന്നത്. അത് ഗീബത്തല്ല, ഗീബത്താണ്, പക്ഷേ ഗീബത്ത് മാത്രമല്ല അത്. ഗീബത്ത് തന്നെ ഇഷ്ടമുള്ളത് പറയല, അത് ഉള്ളതാണെങ്കിൽ തന്നെ. ഇഷ്ടമില്ലാത്തത് പറയലാണ് ഉള്ളതാണെങ്കിൽ തന്നെ. ഇഷ്ടമില്ലാത്തത് പറയാന്നാ. അപ്പോൾ ഒരാളെ പറ്റി ഇല്ലാത്ത ഗീബത്ത് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? അത് ഇഷ്ടമില്ലാത്തത് പറയാന്നുള്ള നിലക്ക് ഗീബത്താണ്. അതുവഴി ഇല്ലാത്ത ഒരു കളവ് പറയുമ്പോൾ അയാൾ ആക്രമിക്കുകയാണ്. അപ്പം അത് ദുൽമാണ്, അത് ദുൽമുമാണ്, യാതൊരു സംശയവുമില്ല. ഇല്ലാത്തൊരു കാര്യമാണ് പറയുന്നത്, അപ്പൊ കളവുമാണ്. അപ്പൊ 3 പൊതിയും കൂടെ ചേർന്നതാണത്. അങ്ങനെയാണ് ഒരു മഹാൻ പറഞ്ഞത്. അത് വല്ലാത്തൊരു മുതലാണ് ഈ ബുഹ്താൻ. ബുഹ്താൻ എന്നാണ് അതിനെപ്പറ്റി റസൂലുള്ളാഹി പറഞ്ഞത്. വലാകിൻ ബഹത്തു, ഇല്ലാത്തത് പറഞ്ഞാൽ ബഹത്തുഹു, ബുഹ്താനാണ് ഉന്നയിക്കുന്നത്. കള്ളാരോപണം പറഞ്ഞു, അയാളെ പറ്റി നീ ഉണ്ടാക്കി പറഞ്ഞു. അത് വല്ലാത്ത കടുപ്പമുള്ള സാധന ഈ ബുഹ്താൻ എന്ന് പറഞ്ഞത്. ബുഹ്താനെ പറ്റി ഒരാൾ പറഞ്ഞത് അതേതുപോലെയാണെന്ന് വെച്ചാൽ, നല്ല ഒരു പന്നിയുടെ മാംസത്തിന്റെ കഷ്ണം, പന്നിയുടെ മാംസത്തിന്റെ കഷ്ണം, പന്നി കഷ്ണം, പന്നിയുടെ ഒരു പീസ് മാംസം, അത് കള്ളിലിട്ട് വേവിച്ചു. കള്ളിലിട്ട് വേവിച്ചു, അതായത് അത് കറി വെക്കാൻ ഒഴിച്ചു കൊടുത്തത് കള്ള, വെള്ളത്തിന് പകരം ഒഴിച്ചു കൊടുത്തത് കള്ളാണ്. അപ്പൊ കള്ളിലിട്ട് വേവിച്ചു. സുമ്മ കുലിയത്ത്, പിന്നെ അത് പൊരിച്ചു. വേവിച്ചതിന്റെ ശേഷം ആ കഷ്ണം എടുത്തിട്ട് എന്ത് ചെയ്തു? പൊരിച്ചു. ഫി ഷഹ്മത്തിൽ കൽബ്, പട്ടി നെയ്യിൽ. എത്രയായിരിക്കും അതിന്റെ കടുപ്പം? അതുപോലെയാണ് ഈ സാധനം. കാരണം ദുൽമുമാണ്, കദിബുമാണ്, ഗീബത്തുമാണ്. അതാണ് ബുഹ്താന്റെ പ്രത്യേകത. അതാണ് നമ്മളെയൊക്കെ ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് ഒഴിവാക്കാം. നാവ് നേരെ നിന്നോട്ടെ. നാവാണ് എല്ലാ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. എന്നിട്ട് നിസ്കരിക്കണം എന്ന് പറഞ്ഞത് അത് കർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്ന ശബ്ദമാണ്. ശാരീരിക ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, മഹത്തായതാണ് നിസ്കാരം. അതുകൊണ്ട് അത് പരാമർശിച്ചു, അത് പ്രത്യേകം മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമലുകൾ നന്നാവണം, കർമ്മം നന്നാവണം. അപ്പോൾ മനസ്സ് നന്നാവണം, വാചകം നന്നാവണം, കർമ്മവും നന്നാവണം. അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യുക, നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, ഖുർആൻ ഓതുക, ഹജ്ജ് ചെയ്യുക, സക്കാത്ത് ചെയ്യുക, നല്ല കാര്യങ്ങൾ.
മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, അങ്ങനെ വേണ്ടാത്തരങ്ങളിലേക്കൊന്നും പോകരുത്. വേണ്ടാത്തരം ഒഴിവാക്കുക, നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുക. അല്ലാതെ ഒരു നിസ്കാരം എന്നത് മാത്രമല്ല ആ തഫ്സീർ പ്രകാരം അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ ഉദ്ദേശ്യം. മൊത്തത്തിൽ മനുഷ്യൻ 3 തലങ്ങളിലും നന്നാവണം. മനസ വാച കർമ്മണ പരിശുദ്ധി നേടിയവൻ വിജയിച്ചിരിക്കുന്നു. അതില് നമ്മൾ പറഞ്ഞല്ലോ, നിസ്കാരം ഒരു മുസ്ലിമിന്റെ അടിസ്ഥാന വിഷയമാണ്. 5 നേരം നിസ്കരിക്കാത്തവന് പരിശുദ്ധ ദീനിൽ ഒരു സ്ഥാനവുമില്ല. ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. 9:30 നിർത്തുമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ശൈലി അങ്ങനെയാണ്. ആദ്യം സമയം പറഞ്ഞാൽ പിന്നെ കറക്റ്റ് നിർത്തും, 1 മിനിറ്റ് പോലും വൈകൂല. അപ്പം അതുകൊണ്ട് 9:25 5 മിനിറ്റേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ പറയണം. അതിനു വേണ്ടി ഞാൻ ആ ഭാഗം കട്ട് ചെയ്യണം. നിങ്ങൾ നിസ്കരിക്കണം. നിസ്കാരമില്ലാത്തൊരു ഉമ്മത്തിന് ഒരു നിലയും വിലയും ഉണ്ടാവില്ല. അള്ളാഹു നന്നാക്കി തരട്ടെ. അപ്പോൾ മനസ്സാ വാച കർമ്മണം നന്നായാൽ അവൻ വിജയിച്ചു. അപ്പൊ ആ നന്നാകുന്നതിന് നമ്മുടെ മുമ്പിലുള്ള തടസ്സം എന്താണ്? അതാണ് ഇനി പടച്ചോൻ അവതരിപ്പിക്കുന്നത്. ഏത്? മനസ്സാ വാച കർമ്മണം നന്നായാ വിജയിച്ചു എന്നാണ്. നന്നായാ പോരെ. പക്ഷേ ഉണ്ടോ ബൽ, പക്ഷേ തൂസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ ഭൗതിക ജീവിതത്തിന് അമിത പ്രാധാന്യം നൽകുകയാണ്. തൂസിറൂനൽ ഹയാത്തദ് ദുനിയ, ഭൗതിക ജീവിതത്തെ നിങ്ങൾ അമിതമായി അതിന് നിങ്ങൾ പ്രാധാന്യം നൽകുന്നു. ഭൗതിക ജീവിതത്തെ തെരഞ്ഞെടുക്കുകയാണ്, സെലക്ട് ചെയ്യുകയാണ്, അതിന് അമിത പ്രാധാന്യം നൽകുന്നു. ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയ, സംഗതി വല്ലാഖിറതു ഖൈറും വഅബ്ഖ, ആഖിറമാണ് ഈ ദുനിയാവിനേക്കാൾ ഏറ്റവും നല്ലത്, എത്രയോ നല്ലത് ആഖിറമാണ്. വഅബ്ഖ, അത് എന്നെന്നും ശേഷിക്കാത്ത സുഖവും സന്തോഷവുമാണ് ആഖിറത്തിലെ സന്തോഷം. ദുനിയാവിലെ സന്തോഷം അത് നൈമിഷികമാണ്. പക്ഷേ ഈ ദുനിയാവിലെ സന്തോഷങ്ങളാണ്, അതിനാണ് നിങ്ങൾ പലപ്പോഴും ഇമ്പോർട്ടൻസ് നൽകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സ് ശുദ്ധിയാക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നാവ് ശുദ്ധീകരിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കർമ്മം നന്നാക്കാൻ പറ്റാത്തത്. തട്ടിപ്പിലൂടെ വെട്ടിപ്പിലൂടെ സമ്പാദിക്കണം, ആളെ പറ്റിക്കണം, ചതിക്കണം, സാമ്പത്തിക ചൂഷണങ്ങളിൽ ഏർപ്പെടണം, അല്ലേ? എല്ലാം അങ്ങനെയാണ്. ജ്യേഷ്ഠനും അനുജനും തെറ്റിയത് വാപ്പ മരിച്ചു മുതലോഹരി ഭാഗം ചെയ്യുമ്പോഴാ. ഉമ്മയും മക്കളും പിണങ്ങിയത് സമ്പത്ത് വിഭജനത്തിന്റെ കാര്യത്തിലാ. ഇങ്ങനെ വരാൻ പാടില്ല. ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയ വല്ലാഖിറതു ഖൈറും വഅബ്ഖ, ആഖിറത്തിന് അതിനാണ് കൂടുതൽ. ആ ഒരു പറഞ്ഞ വാക്ക് മാത്രം 1 മണിക്കൂർ പറഞ്ഞാൽ എവിടെ എത്തൂല. വല്ലാഖിറതു ഖൈറും വഅബ്ഖ, അത് വെറുതെ പറഞ്ഞതല്ല. വല്ലാഖിറതു ഖൈറും വഅബ്ഖ, എത്രയാണ് ആഖിറവും ദുനിയാവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയണം. അപ്പോഴേ അത് തിരിയുള്ളൂ. വല്ലാഖിറതു ഖൈറും എന്ന് പറഞ്ഞത് മിനദ് ദുനിയ, ദുനിയാവിനേക്കാൾ ഖൈറ ആഖിറ തിരിയണമെങ്കിൽ. ഇമാം ബുഖാരിയും മുസ്ലിമും മുത്തഫഖുൻ അലൈഹിയായി ഉദ്ധരിച്ച ഒരു ഹദീസ് ഉണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കുക ആഖിറവും ദുനിയാവും തമ്മിലുള്ള ഡിഫറൻസ് എത്ര ഉണ്ട്. അത് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ സുബ്ഹാനഹു വതആല ഖലഖ റഹ്മത യൗമ ഖലഖഹാ മിഅത റഹ്മ. അല്ലാഹു തആല അവന്റെ അനുഗ്രഹങ്ങൾ, റഹ്മാനായ റബ്ബ് അവന്റെ അനുഗ്രഹങ്ങൾ പടച്ചപ്പോൾ 100% പടച്ചത്. മിഅത റഹ്മ എന്ന് പറഞ്ഞാൽ ഒരു കുറവുമില്ല. റഹ്മാനായ റബ്ബ് അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചപ്പോൾ ഒരു കുറവും പടല്ല. 100%. 100% എന്ന് പറയൽ പൂർത്തിയാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രതീകമായിട്ടായി 100% എന്ന് പറയണം. എന്നിട്ട് പറഞ്ഞു, വ അർസല ഫീ ഖൽഖിഹി കുല്ലിഹിം റഹ്മതൻ വാഹിദതൻ മിൻഹാ, അതിൽ നിന്ന് ഒരു അനുഗ്രഹം മാത്രമാണ് ഈ ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കിയത്. ഒറ്റ അനുഗ്രഹം മാത്രമാണ് ഈ ഭൂമിയിലേക്ക് ഇറക്കിയത്. ഏതാ ഈ പറയുന്നത്? നിങ്ങളുടെ പ്രദേശത്തുള്ളത് മാത്രമല്ല, നമ്മുടെ മലപ്പുറം ജില്ലയുടെ ആളുകളുടെ കയ്യിലുള്ള ആസ്തിയല്ല, കേരള ജനതയുടെ കയ്യിലുള്ള ആസ്തിയല്ല, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആസ്തിയല്ല, ലോകരാജ്യങ്ങളുടെ മൊത്തം കയ്യിലുള്ളത്. ഇറങ്ങൂ കടലിലേക്ക്, കരയേക്കാൾ എത്രയോ ഡബിൾ 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 കടലിലാണ് നിക്ഷേപം കിടക്കുന്നത്. ആ കടലിലുള്ളതും കൂട്ടിക്കോ, അതൊക്കെ എത്രയേ ഉള്ളൂ? ഒരു റഹ്മത്ത്. ഇതെല്ലാം കൂടെ ഉള്ളത് ഒരു റഹ്മത്താണ്. അപ്പൊ നമ്മൾ വലിയ അംബാനിയെ പോലുള്ളവരൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ അന്തം വിടണ്ട. അവർക്കൊക്കെ ഒരു റഹ്മത്തിനെ
കോടാനക്കോടി ഭാഗങ്ങളായി അംശിച്ചിട്ട് അതിലൊന്നെടുത്തിട്ട് വീണ്ടും കോടാനക്കോടി ഭാഗമായിട്ട് അംശിച്ചു, വീണ്ടും ഒന്നെടുത്തിട്ട് അതിനെ വീണ്ടും വെട്ടി, കഷ്ണം വെട്ടി, സങ്കല്പിക്കുക. എന്നാൽ അതിലൊരു ഭാഗം പോലും ഈ അംബാനിയുടെയും ഇവരുടെ കയ്യിലില്ല. കാരണം ലോകത്ത് മൊത്തം അല്ലാഹു കൊടുത്തതാണ് ഒരു റഹ്മത്ത്. അപ്പം നബിതങ്ങൾ തുടർന്ന് പറഞ്ഞു, 99 അനുഗ്രഹങ്ങൾ അള്ളാന്റെ അടുത്ത് തന്നെ പെൻഡിങ്ങിൽ വെച്ചു, നമുക്ക് വിട്ടുതന്നിട്ടില്ല. എന്തിനാണ് അത് അള്ളാഹു അവിടെ സൂക്ഷിച്ചു വെച്ചത്? എന്തിനാണ് അത് എടുത്തു വെച്ചത്? 99 അനുഗ്രഹം അള്ളാഹു അവന്റെ അടുത്ത് തന്നെ എടുത്തു വെച്ചു. എന്തിന് സ്വഹാബത്ത് ചോദിക്കും. മുത്തുനബി മറുപടി പറയുന്നു. ആ സാങ്കല്പിക ചോദ്യത്തിനുള്ള മറുപടി, അന്ത്യദിനത്തിൽ അള്ളാഹുവിന്റെ അടിമകളെ അള്ളാഹ്ക്ക് സുഖിപ്പിക്കണം, സന്തോഷിപ്പിക്കണം. അത് ഈ 99 അനുഗ്രഹങ്ങൾ ഒരുമിച്ച് കൊടുത്താണ്. എന്നിട്ട് ഒരു റഹ്മത്ത് തന്നെ മുഴുവൻ കണ്ടിട്ടില്ലാത്തോല് സ്വർഗത്തിലെ സന്തോഷങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് വെച്ച് കളവാക്കുന്നതിന് ഒരർത്ഥമില്ല. ഇവരൊന്നും കണ്ടിട്ടില്ല. സന്തോഷവും സുഖവും എന്താ നമ്മൾ കണ്ടിട്ടില്ല. അത് കാണാൻ പോണത് സ്വർഗത്തിലാണ്. കാരണം എല്ലാ അനുഗ്രഹങ്ങളും ഒത്തുകൂടുന്ന ലോകമാണത്. എല്ലാ അനുഗ്രഹങ്ങളും ഒത്തുകൂടുന്ന ഇവിടെ ഉള്ള ഒരനുഗ്രഹവും കൂടെ അങ്ങോട്ട് വരികയാണ്. അതോടുകൂടി 100 പൂർത്തിയായി എല്ലാ അനുഗ്രഹങ്ങളും. അപ്പം എത്രയായിരിക്കും അതിൻ്റെ ഒരു ഡിഫറൻസ്? അതാണ് വല്ലാഹിറത്തു ഖൈറും വഅബ്ഖാ. പിന്നെ എത്ര ഉണ്ടായാലും കുറച്ചു കാലം കഴിഞ്ഞാൽ മരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ പോകേണ്ട വലിയ കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെ ഇത് ലാസ്റ്റ് ചെയ്യുന്ന അനുഗ്രഹങ്ങളാണ് പരലോകത്തിൻ്റെത്. വഅബ്ഖാ വലുതാണെന്ന് മാത്രമല്ല, വഅബ്ഖാ അതെന്നും നിലനിൽക്കുന്നതുമാണ്. അതല്ലേ വേണ്ടത്, അതല്ലേ വേണ്ടത്. മറ്റത് എത്ര വലിയ മുതലാളിയായാലും അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിങ്ങനെ പെടക്കും. എപ്പോഴാ സാധു ആകുകയെന്നറിയില്ല. 2 സാധ്യതകളുണ്ട്. എത്ര വലിയ മുതലാളിയാണെങ്കിലും അവനെ ഒരു തെണ്ടിയാക്കാൻ അള്ളാഹുവിനൊരു പ്രയാസവുമില്ല. ഭിക്ഷക്കാരനാക്കാൻ ഒരു പ്രയാസവും അള്ളാഹുവിനില്ല. ഭിക്ഷാടനം നടത്തിക്കാൻ അള്ളാഹിനെ കൊണ്ട് കഴിയും. നമ്മൾ കാണുന്നുണ്ട് ലോകത്ത് വലിയ വലിയ മുതലാളിമാരൊക്കെ കൂപ്പുകുത്തുന്നത്. അതുകൊണ്ടാണ് ഒരു മഹാൻ പറഞ്ഞത്, സമ്പത്തിൽ നീ നെകളിക്കരുത്. ഒന്നുകിൽ നിനക്ക് സമ്പത്ത് നഷ്ടപ്പെടും, അല്ലെങ്കിൽ സമ്പത്തിന് നീ നഷ്ടപ്പെടും. രണ്ടാലൊന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ സമ്പത്ത് ഇവിടെ വെച്ച് നമ്മൾ മരിച്ചു കഴിഞ്ഞില്ലേ, അല്ലെങ്കിൽ സമ്പത്ത് പോകും, നമ്മൾ ഇവിടെ ബാക്കി ഉണ്ടാവും. എന്തായാലും കുടുങ്ങി. അള്ളാഹു നന്നാക്കി തരട്ടെ, അള്ളാഹു നന്നാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു മനോഹരമായ വാക്യം, ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. മനസ്സാ വാചാ കർമ്മണ നന്നായവൻ വിജയിച്ചിരിക്കുന്നു, തീർച്ചയാണത്. ബൽ തൂസിറൂനൽ ഹയാത്ത ദുനിയ. പക്ഷേ നന്നാകുന്നതിന് നിങ്ങളുടെ മുമ്പിലുള്ള തടസ്സം നിങ്ങൾ ഭൗതിക ജീവിതത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്നു എന്നതാണ്. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ. സംഗതിയോ പരലോകമാണ് ഏറ്റവും നല്ലതും ശേഷിക്കുന്നതും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പൊട്ടത്തരം ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ 3 മേഖലയിലും പരിശുദ്ധി നേടാനാവാത്തത്. ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് സൂറത്തുൽ അഅലയിൽ അല്ലാഹ് പറഞ്ഞു, ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വ മൂസ. മനസ്സും നാവും പ്രവർത്തനവും എന്ന് പറഞ്ഞാൽ മനസ്സും വാക്കും കർമ്മവും നന്നാവണമെന്ന് അള്ളാഹു ഉപദേശിക്കാത്ത, അതിന് തടസ്സം ദുനിയാവാണേ, ദുനിയാവിനേക്കാൾ എത്രയോ നല്ലത് ആഖിറമാണ് എന്ന ഉപദേശം അള്ളാഹു പറയാത്ത ഒരേടുമില്ല, ഒരു കിതാബുമില്ല. ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വ മൂസ. അർഹമുർ റഹീമായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് നല്ലത് പറയാനും കേൾക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളുടെ മനസ്സ് നീ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ വാക്കുകൾ നീ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ കർമ്മങ്ങൾ നീ നന്നാക്കി തരണേ അല്ലാഹ്.